ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. എയർ കേരളയുടെ ആദ്യ വിമാനം കൊച്ചിയിൽ നിന്ന് ജൂണിൽ പറന്നുയരും. എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്നും പറന്നുയരും. വിമാന കമ്പനിയുടെ ഹബ്ബായി കൊച്ചി വിമാനത്താവളത്തെ ചെയർമാൻ അഫി അഹമ്മദ് പ്രഖ്യാപിച്ചു. വിമാനത്താവളത്തിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ മന്ത്രി പി രാജീവ് അധ്യക്ഷത വഹിച്ചു. കൊച്ചി ബേസ് ആയിട്ടുള്ള ആദ്യത്തെ എയർലൈൻ ആയിരിക്കും തുടങ്ങുന്നത്. ഇങ്ങോട്ട് വരുമ്പോഴാണ് ചോദിച്ചത്, ഗവൺമെന്റ് പുതിയ വിമാന കമ്പനി തുടങ്ങുകയാണെന്ന് ചോദിച്ചു. നമ്മൾ ഗവൺമെന്റ് അല്ല, അത് കേരളയല്ല, കേരളൈറ്റ്സ് ആണ്. അവർ തുടങ്ങുന്ന ഒരു സ്വകാര്യ സംരംഭമാണ് എയർ കേരള എന്നുള്ളത്. അതിന്റെ പ്ലാൻ ഇവിടെ CEO സൂചിപ്പിക്കുകയുണ്ടായി. നല്ല രീതിയിൽ വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഗവൺമെന്റ് ഇപ്പോൾ ഹെലി ടൂറിസം പോളിസി അംഗീകരിച്ചിട്ടുണ്ട്. പരമാവധി ടൂറിസ്റ്റ് സാധ്യതകളെ ഉപയോഗപ്പെടുത്താനായി ഇത്തരത്തിലുള്ള സർവീസുകളും എംപിമാരായ ഹൈബീഡൻ, ഹാരിസ് ബീരാൻ, അൻവർ സാദത്ത് MLA, എയർപോർട്ട് ഡയറക്ടർ G. മനു, എയർ കേരള വൈസ് ചെയർമാൻ അയൂബ് കല്ലട, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ കീർത്തി റാവു, ഓപ്പറേഷൻ ഹെഡ് ഷോമാൻ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. ദക്ഷിണ മധ്യ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ നടത്തുന്നത്. Increase from what you pay for Volvo or second class AC is what we would charge to carry people. Let's just say, like I drove the other day down to Mysore. It took me 11 hours and the journey was so tedious. 76 സീറ്റുകളുള്ള ATR വിമാനങ്ങളാണ് സർവീസിനായി ഉപയോഗിക്കുന്നത്. എല്ലാം ഇക്കോണമി ക്ലാസ് സീറ്റുകളായിരിക്കും. 5 വിമാനങ്ങൾ പാട്ടത്തിനെടുക്കുന്നത് സംബന്ധിച്ചും ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട്. വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ട്. 750 ജീവനക്കാർ ആദ്യഘട്ടത്തിലുണ്ടാവും. പ്രവർത്തനം തുടങ്ങി 2 വർഷം കൊണ്ട് വിമാനങ്ങളുടെ എണ്ണം 20 ആക്കി വർദ്ധിപ്പിക്കും. തുടർന്ന് വിദേശ സർവീസുകൾ തുടങ്ങാനും പദ്ധതിയുണ്ട്. ന്യൂസ് ബ്യൂറോ, നെടുമ്പാശ്ശേരി.